ഇപ്പൊ സെൽഫായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എഴുത്ത് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നവൈറ്റൂല് ചെറിയൊരു ഓർമ്മക്കുറിപ്പാണ് ഞാനും എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നവൈറ്റൂല് തന്നെ എഴുതിയ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നവൈറ്റൂല് എഴുതിയിട്ടുള്ള, സോറി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ നവൈറ്റൂല് തന്നെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരി. അവള് സ്വന്തമായിട്ട് എന്റെ ഫ്രണ്ട് കൂടിയാണ്. അതാണ് ഞാൻ അവളെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. ജെസ്സി സലീം എന്റെ ഫ്രണ്ടാണ്. ഞങ്ങള് സ്കൂൾ മേറ്റ്സ് ആണ്. ഒന്നിച്ച് ചെറിയ ഫാമിലി തന്നെ നൈബേഴ്സും ആണ്. അപ്പൊ ജെസ്സി സലീം ഈ ഒരു ഞാൻ പരിചയപ്പെടുത്തുന്ന കാക്കച്ചോറ് എന്ന് പറയുന്ന ബുക്കില് ജെസ്സി സലീം അവളുടെ കുറെ അനുഭവം, ഞാൻ നവേറ്റൂല് എഴുതിയത് ഒരു നോമ്പിന്റെ ഒരു ഓർമ്മ കുറിച്ച് മാത്രമാണ് എഴുതിയത്. പക്ഷെ ഒരുപാട് ഓർമ്മകളുടെ ഒരു കളക്ഷൻ ആയിട്ടാണ് കാക്കച്ചോറ് എന്ന് പറയുന്ന ബുക്ക് ജെസ്സി സലീം എഴുതിയിട്ട് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് രണ്ടാമത്തെ ഒരു പതിപ്പും കൂടി ഇപ്പൊ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2004 ഫസ്റ്റത്തെ ബുക്ക് അവള് ഷാർജ ബുക്ക് ഇതിൽ വെച്ചിട്ടാണ് അവര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രസമായിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ആളുടെ ആ ഒരു എഴുത്തിന്റെ പ്രത്യേകത പറയുന്നത്. അതാണ് നമുക്ക് ഈ കാക്കാന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ അവള് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പിൽ വരുന്ന ഒരു ഭാഗം. അതായത് 16 ചാപ്റ്റേഴ്സ് രൂപത്തിലാണ് അവളുടെ ഓർമ്മക്കുറിപ്പുകൾ വരുന്നത്. അപ്പൊ ഫസ്റ്റ് അവളൊരു പൊന്നാനിയില് ഉണ്ടായിരുന്ന ഒരു ചെമ്പപ്പൂ വിൽപ്പനക്കാരൻ, ചെമ്പകപ്പൂവിനെ വിൽക്കാൻ നടത്തുന്ന ഒരു വിൽപ്പനക്കാരന്റെ ആ കുട്ടിപ്രായത്തില് ഒരു 10 വയസ്സുകാരി നോക്കിക്കണ്ട ഒരു ചെമ്പകപ്പൂ വിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ആ ബുക്കില് ഇതില് അവളുടെ ഓർമ്മക്കുറിപ്പായിട്ട് എഴുതിയിട്ടുള്ളത്. അത് വായിച്ചു വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ആ എഴുത്തിനൊപ്പം നമ്മൾ കൂടിയിട്ട് ഇങ്ങനെ ഓരോ ഇടവഴികൾ പറയുമ്പോ അങ്ങോട്ടേക്കും ആ ചെമ്പകപ്പൂവിന്റെ സ്മെല്ല് നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോ കിട്ടുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. ബുക്കിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മളിങ്ങനെ പറയുന്നേക്കാൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആ ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്തിക്കാനും റെഡിയാണ്. ജെസ്സി തന്നെ നേരിട്ട് നിങ്ങളെ വന്ന് കാണാൻ തയ്യാറാണ്. അപ്പൊ വന്ന് കണ്ട് നിങ്ങൾക്ക് അവരായിട്ട് വേണമെങ്കിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇതുകൂടി വേണമെങ്കിൽ ഞാൻ ഒരുക്കി തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ തനതായ പൊന്നാനിയുടെ ആ ഒരു സ്ലാങ് ഉണ്ട് നമുക്കിങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ. അപ്പൊ പൊന്നാനിക്കാരുടെ പ്രത്യേകത ഞങ്ങള് എന്താ പറയാ ഇപ്പൊ ഇങ്ങള് എന്ന് പ്രസന്റ് ചെയ്യും. അതായത് ഉണ്ണീന്നാ വിളിക്കുക പരസ്പരം. നമ്മുടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നൈബേഴ്സ് ആണെങ്കിലും ഇനിയിപ്പം നമ്മുടെ ഇപ്പൊ ഉപ്പാടെ അനിയന്മാർ അല്ലെങ്കിൽ നമ്മൾ കൊച്ചുപ്പ കുഞ്ഞുപ്പ എന്നൊക്കെ പറയുന്നവരെ പോലും നമ്മള് ഫ്രണ്ട്ലി ടോക്ക് വരുമ്പോഴത്തേക്കും ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അത്രയും അതുപോലത്തെ രീതിയിലാണ് ഈ കഥകളും അവള് ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്താ പറയാ, സോറി ഒരു കോള് വന്നതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് ഈ ഒരു കഥകൾ തുടങ്ങുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ചെമ്പകപ്പൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് അവള് ഈ ഒരു കുട്ടിപ്രായത്തിൽ തന്നെ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എക്സ്കർഷൻ, നമുക്ക് സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ പോകുന്ന ആ ഒരു ടൂറിന് വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിക്കുക. അപ്പൊ ഇവളുടെ ഉപ്പ ഒരു ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഫയർമാനാണ്. അപ്പൊ പ്രവാസം കഴിഞ്ഞ് നാട്ടിലെത്തി ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി കയറിയതിന്റെ ഒരു സ്ട്രെസ് ഒക്കെ ഉള്ള കാരണം തന്നെ മക്കളോട് അങ്ങനെ മക്കളുടെ കാര്യങ്ങൾക്കൊന്നും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാതെ, അപ്പോ മൂത്താപ്പയെ പോയി കണ്ട് റെക്കമെൻഡ് ചെയ്ത് ഇവളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയും കൂടി മൂത്താപ്പാന്റെ അടുത്ത് പോയിട്ട് ടൂറിന് വിടാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതും, അതുപോലെ അന്ന് ആ ടൂറ് എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരു കുട്ടി ഒരുക്കുന്ന 44 വയസ്സിൽ അവള്
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓർമ്മകളെ, അല്ലെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഓർമ്മകളെ എടുത്ത് എഴുതുകയാണ്. ആ ടൂറിനായി തയ്യാറായതും അവസാനം പോവാൻ പറ്റാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ പൊന്നാനിയുടെ തന്നെ ഫുൾ പൊന്നാനി, അവള് ജനിച്ചു വളർന്ന ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് എടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് ഇവളുടെ ഓരോ കഥകളും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റഡി ടൂറിന്റെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു പൊന്നാനി ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നബിസ്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രം. പൊന്നാനി ബസ് സ്റ്റാൻഡിന്റെ പിറകില് അവര് കിടക്കാൻ കണ്ടെത്തിയ ഇടം അത്രയും ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മാനസിക നില തെറ്റിയ ഒരു സ്ത്രീ. അവർക്ക് ആ ഒരു സമനില തെറ്റാനുണ്ടായ കാരണം എന്താന്നുള്ളത് ഭയങ്കര എന്താ പറയാ, ആ ഒരു ശരിക്കും അവള് പഠിച്ച് മനസ്സിലാക്കി എഴുതിയ ഒരു ഫീലിങ്ങോടുകൂടി നമുക്ക് ആ ഒരു കഥയിലേക്ക് എത്താൻ പറ്റുകയാണ്. ചെറുപ്പക്കാരിയായ മോളെയും കൊണ്ട് വലുതായിട്ട് പോകുന്ന ഒരു ഉമ്മാന്റെ കൂടെ, അതായത് ആ കുട്ടീനെ അവര് അത്രയും കെയർ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ദിവസം പോകുന്ന വഴിയിൽ ആ കുട്ടീനെ ആരൊക്കെ ഫലമായി പിടിച്ചുകൊണ്ടുപോവുകയും ഈ സ്ത്രീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവരുടെ സമനില തെറ്റിയത്. ആ കുട്ടീനെ കാണാതായി. പിന്നെ അവർക്ക് ആ കുട്ടീനെ തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇവര് ഓരോ ആളുകളെ കാണുമ്പോഴും വളരെ മോശമായ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ചീത്ത വിളിക്കുകയും, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ, ഇപ്പൊ ഈ ഓരോ വീടുകളിലേക്ക് അവർ ചെല്ലും ഒരു തൂക്കുപാത്രം കയ്യിൽ പിടിച്ചിട്ട്. അപ്പൊ ആ പാത്രം കൊണ്ട് പോകുമ്പോ ചില വീട്ടുകാരോട് അവർക്ക് ഒരു ഇഷ്ടമാണ്. അപ്പൊ ഇവർക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യും. അത് ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ അവർക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാതാണെങ്കിൽ അവരത് അവിടെ തന്നെ വലിച്ചെറിഞ്ഞു പോകുന്നത്. ഇപ്പൊ പൈസ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യപ്പെട്ട പൈസ മാത്രം എടുത്തിട്ട് ബാക്കി കാശ് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ഈ ഒരു നബിസ്ഥാനെ ശരിക്കും നമുക്ക് എന്താ പറയാ, നമ്മളെ മുന്നിൽ കൊണ്ടു നിർത്തി നമുക്ക് നബിസ്ഥാനെ നമ്മളിങ്ങനെ കാണണം ഈ ബുക്കിലൂടെ. അപ്പൊ അതൊരു കഥ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അവൾക്ക് ഒരു പൊന്നാനി കുറ്റിക്കാട് വാണിഭത്തിന്റെ ഒരു കുറ്റിക്കാട് വാണിഭം എന്ന് പറയുന്ന ഒരു സംഗതി. അത് ഈ കുട്ടിപ്രായത്തിൽ ഇവളുടെ ചെറുപ്പകാലത്ത് ഇവള് ആ ഒരു വാണിഭത്തിന്റെ പിന്നെ കൂടെ ഇത് കാണാൻ പോണ പെൺകുട്ടികളെ നമ്മളതിനെ ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ പൊന്നാനി അങ്ങാടി അത് തന്നെയാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാറ്റിനും ഒരു ഇതാണ്, നമ്മുടെ പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് ഇത്ര വരെ പാടുള്ളൂ, അതിനപ്പുറത്ത് പാടില്ല, അങ്ങനെ രീതിയിൽ നമ്മളതിനെ ഇപ്പൊ ഇവള് പറയുന്ന ഒരു കഥയിൽ പറയുന്നുണ്ട്, മൂത്താപ്പയുടെ കടയുടെ മുന്നിലേക്ക് പോകുമ്പോ ഇവൾക്ക് മൂത്താപ്പാന്റെ കടയിലേക്ക് കയറാന് നേരെ മൂത്താപ്പാന്റെ മുന്നിൽ പോകുക എന്നുള്ളത് ഒരു അധപകേട് അല്ലെങ്കിൽ ഒരു അച്ചടക്കമില്ലായ്മ ആവോ അല്ലെങ്കിൽ ബഹുമാനക്കുറവോ. ഇന്നത്തെ കുട്ടികൾ ശരിക്കും ഇതൊക്കെ വായിക്കണം. കാരണം എന്താണ്, നമ്മൾ ഇനിയിപ്പോ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാല് ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിനും ഒരു നല്ലതാണ്. അപ്പൊ ആ ഒരു പിന്നിലെ കടയിലൂടെ പോയിട്ട് മുത്താപ്പാന്റെ അടുത്തേക്ക് എത്തുക, നേരെ മുത്താപ്പാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതൊരു റെസ്പെക്ട് ഇല്ലായ്മയാവോ, ഇതൊക്കെ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഈ ഒരു ഇതില് പൊന്നാനി പെൺകുട്ടികളെ പോവാൻ അനുവദിക്കാതെ അപ്പൊ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഈ പച്ചമഞ്ഞള് ചുണ്ണാമ്പ് തേച്ചിട്ട്, അതായത് നമ്മള് മുറുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ആ ചുണ്ണാമ്പും ഈ പച്ചമഞ്ഞളും കൂടി മിക്സ് ചെയ്യുമ്പോൾ മൈലാഞ്ചി ചോപ്പായിട്ട് വരും. അപ്പൊ അത് ആ കൈകളിൽ ഇടാൻ കാത്തിരിക്കുന്ന, അതുപോലെ അവിടുന്ന് കിട്ടുന്ന ഈ വാണിഭുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചേമ്പ് അങ്ങനത്തെ ഈ സമയത്ത് മാത്രം ഉണ്ടാവും. ഇന്നൊക്കെ സുലഭമാണ്, എല്ലാ ആളുകളിലും അവിടെയൊക്കെ പോയാലും നമുക്ക് നെല്ലിക്കാണെങ്കിലും എന്താണ്. പക്ഷെ അന്നെന്ന് പറയുമ്പോ ഈ ഒരു വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാവുന്ന ഈ ഒരു വാവ് വാണിഭത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുടെയും, അതുപോലെ തന്നെ നമ്മളെ പുറത്തൂർ ഭാഗത്തുള്ളവരും പൊന്നാനിക്കാരും തമ്മിലുള്ള ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വരുന്നൊക്കെ ഈ ഒരു വാണിഭത്തിന്റെ സമയത്താണ് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഈ 16 എഡിഷനിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പൊന്നാനിയില് മദ്രസകളില് ഉണ്ടാവുന്ന ഒരു കയ്യെഴുത്ത്, അതായത് നമ്മൾ വിദ്യാരംഭം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഈ മദ്രസകളിലെ കുട്ടികളുടെ അതായത് ദുൽഹജ്ജ് മാസത്തിൽ, അതായത് ഹജ്ജ് പെരുന്നാൾ ദുൽഹജ്ജ് മാസത്തിലെ 7ാമത്തെ ദിവസം, അതായത് 10ാമത്തെ ദിവസം നമുക്ക് പെരുന്നാൾ വരെ, അതിലെ 7ാമത്തെ ദിവസം പള്ളികളിൽ മദ്രസകള് കുട്ടികൾ ഓത്തിനിരിക്കുന്ന അല്ലെങ്കിൽ ഓത്ത് പഠിക്കുന്ന ഖുർആൻ ഓതാൻ പഠിക്കുന്ന സ്ഥാപന മദ്രസ എന്നറിയാം. അപ്പൊ ആ മദ്രസകളില് കുട്ടികളെ പുതിയ അഡ്മിഷൻ എടുക്കുന്നതിന്റെ ഭാഗവും, അതുപോലെ തന്നെ പള്ളികളൊന്ന് പുതിയ
ദുൽഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ മുഹറം എന്ന് പറയുന്നത് നമ്മൾ ജനുവരി എന്ന് പറയുന്ന പോലത്തെ അറബിക് കലണ്ടറിൽ വരുന്ന മുഹറം മാസം തുടങ്ങുന്നതിന് മുന്നാണ് ഈ ദുൽഹജ്ജ്. അപ്പൊ നമുക്ക് ഈ മുഹറത്തിലേക്കുള്ള ഒരു വരവേൽപ്പ് എന്നുള്ള രീതിയിലൊക്കെ മദ്രസയിൽ കുട്ടികളെ ചേർക്കുകയും അതിന്റെ ഒരു പെരുന്നാളിന്റെ മുന്നായിട്ട് ഒരു ആഘോഷമായിട്ടാണ് പൊന്നാനിയിൽ അത്. അപ്പൊ അതിപ്പോ ഈ ബുക്കിൽ പറയുന്ന ആ ഒരു ഉസ്താദ് എന്ന് പറയുന്നത് എന്റെ തന്നെ ഉപ്പയാണ്, മാർട്ടിൻ സ്ലാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ഉപ്പ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ മദ്രസയിലെ കുട്ടികൾ, ആ ഭാഗത്തുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെ ഒരു കൊടിയൊക്കെ പിടിച്ച് കുട്ടികൾക്ക് എന്താ പറയാ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഓരോ വരുന്ന വഴിയിലുള്ള വീടുകളിൽ നിന്ന് അവർക്ക് സ്വീറ്റ്സ് ആയിട്ടും ജ്യൂസ് ആയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പൊ ഇതൊക്കെ കഴിച്ച് നമ്മള് എന്റെ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാണ്. അപ്പൊ ഇതില് എന്റെ വീടല്ല പറയുന്നത്, വേറൊരു അവൾ അനുഭവിച്ച അവളുടെ ഒരു ഇതിൽ വരാൻ കൂടിയായിട്ട്, അതായത് പൊന്നാനി ISS സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവൾക്ക് അവിടെ മദ്രസ പഠനം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് വേറൊരു മദ്രസയിൽ പോവേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് വീടിന്റെ അപ്പുറത്തുള്ള ഒരു താത്ത നടത്തുന്ന ഒരു ഉമ്മ നടത്തുന്ന ഒരു മദ്രസയിൽ പോയി ചേർന്നിട്ട് അവിടുന്ന് ഈ കയ്യെഴുത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതും, ആ കൈ എഴുതി കഴിഞ്ഞാൽ ആ മഷി വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പൊ എന്താ പറയുക, നമ്മൾക്ക് ഖുറാന്റെ ഇത് പഠിക്കണേനുള്ളൊരു ഇൽമ നല്ല മനപ്പാടാക്കാൻ പറ്റട്ടെ എന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ആ ഉമ്മ പറഞ്ഞു കൊടുക്കും അത്ര, വീട്ടിൽ പോയാൽ അത് നക്കി കുടിക്കണം, അപ്പൊ വേഗം മനപ്പാടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിപ്രായത്തിലുള്ള ആ ഒരു ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് വീട്ടിലെത്തിയപാട് അത് ആക്കാനുള്ളത് ഇതും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മളിപ്പോ പറഞ്ഞ നദിസ്തയുടെ കഥ പറയുന്നത് ആരാന്റെ അമ്മക്ക് ഭ്രാന്തായാൽ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം കുറെ ആൾക്കാർ അവരെ ഉപദ്രവിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ പൊന്നാനിയിൽ തന്നെ കുറെ ആളുകൾ പേരുകൾ കൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർ കളിയാക്കുന്ന അലി കോലി, ഉസ്സൻകുട്ടി, കള്ളൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പറയുന്നതും ഇതൊക്കെ എന്താ പറയാ വായിക്കുമ്പോ നമുക്ക് ആ എന്താ പറയാ വായനക്കാർക്ക് ശരിക്കും അവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു ബദാം മരം. ഇപ്പൊ ബഷീറിന്റെ മാംഗോസ്റ്റിന്റെ മരത്തോട്ടിലിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിരുന്നത് പോലത്തെ ഇവളുടെ വീട്ടില് മൂത്താപ്പയോ കുഞ്ഞുപ്പയോ ആരോ എവിടെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് വരുമ്പോ കൊണ്ടുവന്ന കുറെ ചെടികളില് ഈ ഒരു ബദാം മരം. അപ്പൊ അത് നേരം വെളുത്ത് ഉമ്മാമയെ കുറെ ഇവള് എല്ലാ കഥകളിലും ഉമ്മാമ എന്ന് പറയുന്നത് ഇവളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു കഥകൾക്ക് കൂടുതൽ ഇവൾക്ക് എഴുതാനൊക്കെ ഉള്ള പ്രചോദനം വന്നിട്ടുള്ളത് ഈ ഉമ്മാമയിലൂടെയാണ് തോന്നുന്നത്. കാരണം ഉമ്മാമാനെ പറഞ്ഞുകൊണ്ട് എല്ലാ കഥകളിലും ഉമ്മാമ വരുന്നുണ്ട്. അപ്പൊ ആ ഉമ്മയുടെ ഉമ്മാനെയാണ് ഉമ്മാമ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മേനെയാണ് നമ്മൾ ഉമ്മാമ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഉമ്മാമ ഇവൾക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഒന്നിച്ച് ഉമ്മാമയും അനിയത്തിനെയും പറയുന്നുണ്ട്. അനിയത്തിയും ഇവളും ഉമ്മാമയും കൂടിയിട്ട് ആ മരം നട്ടതും പിന്നീട് ആ മരം വളർന്ന് വലുതായി അതിൽ നിന്ന് ഈ ബദാം കായകൾ കൊഴിയുമ്പോ അടുത്ത വീട്ടിലെ കുട്ടികള് വന്നിട്ട് അതിനായി വരുന്ന, പിന്നെ ഇവള് തന്നെ ഇവളുടെ ഫ്രണ്ട്സിനായിട്ട് കൊടുക്കാനായിട്ട് അതിങ്ങനെ വീഴുന്നതും കാത്തു നിൽക്കുന്നതും അത് പെറുക്കി കൂട്ടി ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കൊണ്ട് തന്നിരുന്നു സ്കൂളിലാവുമ്പോ. അപ്പൊ ആ ഒരു കഥകളെന്നെ നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പൊന്നാനിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കിട്ടുന്ന ഒരു കൊച്ചൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ ആർക്കെ കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കട്ടൻ ചായയും കൊറ്റൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ബീഫിന്റെ നെയ്യ് ഉരുക്കിയിട്ട് അതിന്റെ ബാക്കി വരുന്ന ഒരു കക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു കക്കൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമ്മുടെ KFC പോലത്തെ ഒരു സ്മെല്ലാണ് അതിന് വരുന്നത്. അതായത് KFCയിൽ ഇപ്പൊ ഈ ചിക്കന്റെ നെയ്യ് ഒരുക്കിയിട്ടുണ്ട് ഒരു സ്മെൽ വരുന്ന പോലെ. അപ്പൊ അതിൽ അവിടെ പറയണം അമേരിക്കക്കാർക്ക് KFCയും പെപ്സിയും പോലെയാണ് പൊന്നാനിക്കാർക്ക് കട്ടൻ ചായയും അതുപോലെ ഈ കൊച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു ചാപ്റ്ററിൽ അതാണ് വരുന്നത്. അതും നല്ല രസമുണ്ട്. കാരണം നമുക്കിപ്പോ എന്താ പറയാ ശരിക്കും വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ ആ ഒരു കഴിച്ച ഓർമ്മയും നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് പൊന്നാനിക്കാർ ഈ ഒരു ബുക്കിനെ അത്രയും ഏറ്റെടുത്തിട്ടുണ്ടാവുക. ഇവളീ പറയുന്ന 16 ചാപ്റ്ററിലത്തെ കഥകളാണെങ്കിലും അല്ലെങ്കിൽ അവളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മൊത്തം പൊന്നാനിക്കാരുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വളരെ രസമായിട്ടുള്ള ഒരു ബുക്കാണ് കാസച്ചോറ്. ഈ കാസ എന്ന് പറയുന്ന കാസച്ചോറ് എന്താന്ന് ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നിങ്ങള്. അത് എന്ന് പറയുന്നത് ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് കയ്യെഴുത്ത് പെരുന്നാളിന് പറഞ്ഞ പോലെ തന്നെ ഈ നബിദിനത്തിനെ പറ്റിയിട്ടും അവള് പറയുന്നുണ്ട്. നബിദിനത്തില് എന്താണ് ഈ പൊന്നാനിയില്
പള്ളിയിൽ, തോട്ടുങ്ങപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ, അവിടെ ഞാൻ പറഞ്ഞില്ല എന്റെ ഉപ്പയുടെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ പള്ളിയിലെ ഉപ്പ ഒരുപാട്, അതായത് പൊന്നാനി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നുള്ള ഒരു 1000-ഓളം വീടുകൾ ഒരു 2 മാസം മുന്നേ ആയിട്ട് ഇതിനായിട്ടുള്ള കളക്ഷൻ, അങ്ങനെ പിരിവ് എന്ന് പറഞ്ഞിട്ട് പോയി കളക്ട് ചെയ്ത് എല്ലാ വീടുകളിലേക്കും ഈ ഒരു ചോറ് എത്തിക്കും. അത് എത്തിക്കുന്ന ആ ഒരു പാത്രം ഉണ്ട്, ഒരു വൈറ്റ് കളറിൽ ഒരു ഇപ്പത്തെ നമ്മൾ പറയുമ്പോ ഒരു കാസറോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഉൾഭാഗം ഒരു അതിന്റെ ഒരു ഇതിനെ പ്രത്യേകത ഉണ്ട്, ആ കാക്ക എന്ന് പറയുന്ന സംഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ പാള കൊണ്ടുണ്ടാക്കി, അതായത് ഒരു ഇത് മൂടി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാള എന്ന് പറയുന്ന ഒരു സംഗതി, അതുപോലെ ചട്ടിയിലാക്കിയിട്ട് ഇപ്പൊ നെയ്ച്ചോറാണ്, നല്ല ചൂടുള്ള നെയ്ച്ചോറ്, അതൊരു 10-11 മണിയാകുമ്പോഴേക്കും എല്ലാ വീടുകളിലേക്കും എത്തിക്കും. അപ്പൊ പൊന്നാനി അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ വീട്ടിലും ചോറ് വെക്കില്ല, ഈ ഒരു നെയ്ച്ചോറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം കുട്ടികളായ ഞങ്ങളുടെ ആ ഒരു ഇതാണ് അതിൽ പറയുന്നത്. അപ്പം ഈ ഉമ്മമാര് അന്ന് പരിപ്പ് കറി, അതുപോലെ മുളന്നാക്കിയെന്നാ പറയാ, ഈ മുളകിട്ട ഇപ്പത്തെ മുളകച്ചാറ്, നിങ്ങൾക്ക് പുളിഞ്ചി രൂപത്തിൽ കിട്ടുന്ന മുളകച്ചാർ എന്ന് പറയുന്നത് പൊന്നാനിക്കാരുടെ ഒരു മുളന്നാക്കി എന്ന് പറയുന്ന രീതിയിലാണ് പറയാം. മുളന്നാക്കിയതും പരിപ്പ് കറിയും കടുമാങ്ങയും, കടുമാങ്ങ എന്ന് പറയുമ്പോഴും നമ്മളെ ഈ കണ്ണിമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള അതല്ല, മാങ്ങ, വലിയ മാങ്ങ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളൊരു അച്ചാർ രൂപത്തിലാക്കുന്നതാണ് കടുമാങ്ങ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുളന്നാക്കിയതും കടുമാങ്ങയും പരിപ്പും കൂട്ടിയിട്ട് ഈ നെയ്ച്ചോറും ബീഫും പള്ളിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ പള്ളിക്കലെ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട്, അത് പറയുമ്പോ നമുക്ക് വായിക്കുമ്പോ നമുക്ക് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് കാത്തിരിക്കുന്ന ആ ഒരു ഇതും, പിന്നെ അതിലൂടെ ഈ കാസച്ചോറിന്റെ കാസ എന്നുള്ള ഇപ്പൊ ഈ ബുക്കിന് ആ ഒരു കാസച്ചോറ് എന്ന് പറയുന്ന രീതിയിൽ അവള് ഒരു ശരിക്കും വിഭവസമൃദ്ധമായിട്ട് തന്നെ ഈ 16 ചാപ്റ്ററിനെ അവള് മനോഹരമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതില് വരുന്നൊരു ഇതെന്ന് പറയുന്നത് ഈ ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിച്ച് നമുക്ക് അങ്ങനെ മൈൻഡിൽ അത്രയും നിൽക്കും. കാരണം എന്ന് വായിച്ച ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതിയതാ, സോറി പറഞ്ഞതാണ്. ഇതില് പിന്നീടുള്ളൊരു ബുക്ക് ഒരു വരുന്നത് ഏകദേശം എത്ര ആയിന്നും കൂടി എനിക്ക് വരുന്നില്ല, കാരണം ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ പോയതാണ്. പിന്നെ ഏതായിരുന്നു, പിന്നെ മൈലാഞ്ചി ചോപ്പ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ നെവൈത്തു എന്ന് പറയുന്ന ബുക്കിൽ അവൾ എഴുതിയ സെയിം കഥ തന്നെയാണ്. ഈ മൈലാഞ്ചി ചോപ്പ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പെരുന്നാൾ രാവിന് ഉമ്മാമ ഇട്ട് തരുന്ന ആ ഒരു മൈലാഞ്ചി, അത് കൈവെള്ളയിൽ ബിസ്മി ചൊല്ലി ഉമ്മാമ അത് പത്തിരി വട്ടത്തില് വെച്ച് തരുന്നിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിന്റെ ഇടയിൽ അത് അടർന്നു പോയിക്കണോന്ന് ഒടികണ്ണിട്ട് ഉണർന്ന് നോക്കുന്നതും, പിന്നെ അത് അടർത്തി കളഞ്ഞിട്ട് മെഴുക്ക് തേച്ചിട്ട് നമ്മൾ ഇതിന്റെ എണ്ണ എന്തോ പറ്റിയിട്ട് അതൊരു സ്മെല് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഭയങ്കര ഫീലിംഗ് ആണ്. അതൊക്കെ എനിക്കും ശരിക്കും ഞാൻ ആ ഒരു കഥയിൽ ശരിക്കും ഞാനൊക്കെ ഇങ്ങനെ ജീവിച്ചു. നമ്മൾ ഒറ്റയിരിപ്പിന് വായിച്ച് തീർക്കാൻ പാകത്തിനാണ് ജെസ്സി 16 കഥകളും എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ കേൾക്കുന്നവര് ശരിക്കും പറഞ്ഞെങ്കിൽ അത് വായിക്കന്നെ വേണം. ശരിക്കും വായിച്ച് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള, അതിന്റെ ഇടയിൽ കുറെ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ എന്തൊക്കെയോ ഒരു ഗൃഹാതുരങ്ങൾ, ഓരോരുത്തർക്കും ഓരോ കഥകൾ ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. അപ്പൊ നമ്മളെ ഈ ബാല്യകാല ഓർമ്മകള് മനുഷ്യന്മാർക്ക് മാത്രമാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ അവതാരികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ എഴുത്തുകാരനായിട്ടുള്ള KP രാമനുണ്ണി സാറാണ് ജെസ്സിക്ക് വേണ്ടിയിട്ട് അവതാരിക എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ PT അബ്ദുറഹ്മാൻ മാഷാണ് ജെസ്സിയുടെ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ ഇത് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ട്, അവിടെ ഷാർജയിൽ വെച്ചിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തത്. രണ്ടാമത്തെ പബ്ലിഷ് ചെയ്തത് ഇപ്പൊ നമ്മളെ ഇവിടെ പൊന്നാനി MES കോളേജിൽ വെച്ചിട്ട് കഴിഞ്ഞ മാസം കൊണ്ടാണ് നടന്നത്. അപ്പോ അത്രയും ബുക്സ് ഇതായിട്ട് സെയിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയണം, അമിതാറടുത്ത് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ എന്താന്നുള്ളതൊന്ന് അറിയിച്ചാൽ മതി. ഞാൻ എന്തായാലും എത്തിക്കാനുള്ള പറ്റുകയാണെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് അവളെ ഇങ്ങോട്ട് വരാനും ഞാൻ ശ്രമിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുന്നത് ഒരു എണ്ണക്കാരനെ പറ്റി പറയുന്നുണ്ട്. പൊന്നാനിയിൽ പണ്ട് ഓരോ വീട്, ചിലപ്പോൾ ഞാൻ പൊന്നാനി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിലുള്ള ആളുകൾക്കും ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കഥകൾ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ശരിക്കും ഓർമ്മ വരുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന കഥകള് പിന്നീട് വായിക്കും. അപ്പൊ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സുള്ള സമയത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഓർത്തിട്ട് ഈ 44ാം വയസ്സിൽ എഴുതിയിട്ട് ഇത്രയും ബുക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കഥകളെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചേ. ഞാൻ ഈ പറയുമ്പോൾ ഏതെങ്കിലും കഥ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം. പിന്നെ ഈ എന്താ പറയാ, സ്കൂളിലേക്ക് പോയിരുന്ന
ചക്കരയായിരുന്നു ഞങ്ങളുടെ കാലത്ത്. ഞാൻ വേറെ ഒരു എണ്ണക്കാരന്റെ കഥ പറഞ്ഞു. എണ്ണ വിൽക്കാൻ കൊണ്ടുവരുന്ന അച്ചുവേട്ടൻ എന്ന് പറയുന്ന ഒരു എണ്ണക്കാരനെ അച്ചുവേട്ടനെ അവളതിൽ പറയുന്നുണ്ട്. അതിലൊരു കടുക്കനിട്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഇട്ട് അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് മൂപ്പര് ആ എണ്ണപ്പാത്രമൊക്കെ ആയിട്ട് വരിക. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർക്കുള്ള അളന്ന് ഒഴിച്ച് ബാക്കി വരുന്ന ഇങ്ങനെ കൈ ഇതാക്കി അത്രയും അതിന്റെ എന്താ പറയാ നമ്മുടെ അളവ് കറക്റ്റ് ആക്കി ഒഴിക്കും. എന്നിട്ട് ബാക്കി വരുന്ന അടുത്ത് നിൽക്കുന്ന കുട്ടികളിലേക്ക് പുരട്ടാൻ കൊടുക്കുമ്പോ ആ ഒരു എണ്ണയുടെ ഒരു പ്രത്യേക മണവും അതിനൊക്കെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ സ്കൂളിലേക്ക് പോയിരുന്ന കാലഘട്ടത്തിനെ പറ്റി പറയുന്നുണ്ട്. അതായത് സെക്ടറാണ് അന്ന് ബസ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും കൂടിയിട്ട് ബസ്സിൽ 10 പൈസയാണ് ഞങ്ങളൊക്കെ പോകുന്ന കാലത്ത് നമുക്ക് സ്കൂളിൽ ബസ്സിന് പോകണമെങ്കിൽ. ഇപ്പൊ പൊന്നാനിന്ന് അന്ന് വൺ വേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോയിരുന്നത്. ആദ്യം ഇപ്പൊ ജംഗ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരെ പോവാം. ഈ പൊന്നാനി ഇപ്പൊ കിണർ സ്റ്റോപ്പിൽ നിന്നൊക്കെ കയറുകയാണെങ്കിൽ നേരെ ചാണാശന്തപ്പടി എന്നിട്ട് അങ്ങനെ ഗവൺമെന്റ് ഒക്കെ ഒക്കെ എത്തായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോ നമ്മള് ചന്തപ്പടിയിൽ നിന്ന് നേരെ അങ്ങനെ ചുറ്റിയിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ. അപ്പൊ നമ്മളത് എന്താ പറയാ ട്രക്കറാണ് അന്ന് ഉപയോഗിക്കുക. അവർ 1 രൂപ കൊടുക്കണം ട്രക്കറിൽ കയറണമെങ്കിൽ. അപ്പൊ ആ ട്രക്കറിൽ കയറി കഴിഞ്ഞാൽ അവൾ പറയുന്നുണ്ട് എന്താ ഹലാലും ഹറാമും ഒന്നും ഇല്ലാതെ ആണ്. കാരണം ബാക്കിലത്തെ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആണ്. അതില് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കുത്തിക്കയറ്റും. ആൾക്കാർ പോവുകയും ചെയ്തിരുന്നു. അപ്പൊ അന്നത്തെ കാലഘട്ടത്തില് നമുക്ക് നമ്മുടെ ആ ഒരു ഇതില് എന്താ പറയാ ഹലാലാണെന്നോ ഹറാമാണെന്നോ നോക്കില്ല. നല്ലൊരു മഴ പെയ്യുമ്പോ എല്ലാരും ഓടിക്കേറുക. ട്രക്കർ കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കേറുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ചില വേർഡ്സ് ഉണ്ട് കേട്ടോ. പൊന്നാനിക്കാരുടേതായിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ അവള് പറയുന്നുണ്ട്. അത് എന്താണ് കറക്റ്റ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ സ്കൂളിലത്തെ ട്രക്കറിന്റെ കാര്യം. പിന്നെ അതുപോലെ വേറെ പറയുന്ന ഒരു കാര്യം വേറെ എന്തോ ഒരു കാര്യം ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഓർമ്മ വന്നു. ഓരോ കഥകളിൽ നിന്നും അടുത്തടുത്ത കഥകളിലേക്ക് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഓരോന്നും പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് ഒറ്റ ഇരുത്തത്തിൽ തന്നെ നമുക്കത് വായിച്ചു തീർക്കാനും രസമാണ്. കുറച്ച് ചെറിയൊരു ബുക്ക് 150 രൂപയാണ് ഒരു ബുക്കിന് വരുന്നത്. പിന്നത്തെ കഥകൾ എന്ന് പറയുന്നത് പിന്നെന്തിനാ പറ്റിയിട്ട് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുവിധം ഓൾമോസ്റ്റ് തോന്നുന്നത്. ആ കഥകളിൽ വരുന്ന 16 അധ്യായത്തിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇനി ആരാ ഫീഡ്ബാക്ക് പറയുന്നത്? ഗുഡ് ഈവനിങ് മാം, ഞാൻ തഫ്സീറാണ്. ഒരു റിവ്യൂ ആയിരുന്നു കേട്ടപ്പോ. ഞാനിപ്പോ പകുതി വെച്ചിട്ടാണ് ഞാൻ കേറിയത്. കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ കേട്ടപ്പോ ശരിക്കും ഞാനൊരു പൊന്നാനിക്കാരിയാണ്. അപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ മുതിർന്നവരുണ്ടാവുമല്ലോ, ഇപ്പൊ നമ്മുടെ വല്യമ്മ ആണേലും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ബുക്ക് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. പക്ഷെ കേട്ടപ്പോ വായിക്കാനും തോന്നുന്നുണ്ട്. പക്ഷെ ഏറെക്കുറെ നമുക്ക് വായിച്ച ആ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. കാരണം അത്രത്തോളം മാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോ കയ്യെഴുത്തിനെ പറ്റി പറയുന്നതും അതുപോലെ ഒരു പള്ളി പറഞ്ഞല്ലോ, ഇത് തോട്ടുങ്ങപ്പള്ളി. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ അറിയുന്ന ഇതാണ്. അപ്പൊ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് കിട്ടി പറഞ്ഞപ്പോ. എന്നാലും നല്ല നമുക്ക് കുറെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പൊന്നാനിയിലുള്ള ആളായത് കൊണ്ടാവാം മേ ബി ഒരുപാട് കാര്യങ്ങൾ. അതിൽ നല്ലൊരു റിവ്യൂ ആയിരുന്നു മാം. എന്തായാലും വായിക്കണം എന്നുണ്ട് ബുക്ക്. തീർച്ചയായിട്ടും എത്തിച്ചേരാം. നിങ്ങൾ അമിത്സാറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ബുക്കായിട്ട് ഞാൻ തന്നെ വരാം. പറ്റുവാണെങ്കിൽ അവരെയും കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അവരുടെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അവരേക്ക് ബുക്കായിട്ട് വരാം. പൊന്നാനിയുള്ളവർ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണിത്. നമ്മളിപ്പോ പൊന്നാനിക്കാരല്ലാത്തവർ വായിച്ചിട്ടും അതിന് ഒരുപാട് നല്ല, കാരണം ഗൾഫിൽ നിന്നൊക്കെ ഇപ്പൊ എന്താ പറയാ പൊന്നാനിക്കാർ പറയുന്നത് കേട്ടിട്ട് ഗൾഫിലുള്ള വേറെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട് അവരുടെ കാര്യം. നമുക്കിങ്ങനെ നമ്മളും ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്നുള്ളതാ. ഏതൊരു പൊന്നാനിക്കാരല്ലാത്ത ആൾക്കും ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര രസമല്ലേ. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഇതാണ് തഫ്സി അല്ലേ? ഞാനിപ്പോ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത വീട്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്.
കണക്ട് ഇതിൽ ഇനി ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഏതൊക്കെയോ ഒന്നും കൂടി വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഓർമ്മ ആവണമെങ്കിൽ ഞാൻ പറയാം. എന്തായാലും താങ്ക് യു. എന്തായാലും ബുക്ക് വായിക്കാൻ നല്ല ആഗ്രഹമുണ്ട് മാം. താങ്ക് യു. ഈ ബുക്ക് ചൂസ് ചെയ്തതിന്. അസ്മ, ഗുഡ് ഈവനിങ്. ഗുഡ് മാം, എന്താണ് വിശേഷം? സുഖാണ്. ഞാൻ ആരാന്നൊന്നും എനിക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു ഒന്നാം മിസ്സൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ സത്യത്തില് ഇപ്പോഴും മുട്ടിലിറക്കും. എന്താ വിശേഷം? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണം. മിസ് അവിടെ തന്നെ ഇല്ലേ? എംഎയിലില്ലേ? ഞാൻ അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് ഒരു 10 മിനിറ്റ് പോയിരുന്നല്ലോ കഴിഞ്ഞിട്ടാണ് ഞാൻ കേറിയത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേറിയത്. കേറാനൊരു ഞാൻ ഒരു ലേശം തിരക്കിലായിപ്പോയി. എന്തായാലും ബുക്ക് റിവ്യൂ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെ ചെയ്യാ. ഇപ്പൊ എവിടെയാ ഉള്ളത്? വർക്ക് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്? അതെ. ഞങ്ങളുടെ തന്നെ ട്രാവൽസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പൊ അതില് ചന്തപ്പടിയിലുള്ള ട്രാവൽസ് ഇപ്പൊ ഞാനാണ് നോക്കുന്നത്. നരിപ്പറമ്പില് ഹസ്ബൻഡും ആണ്. മോന് വർക്ക് ചെയ്യാൻ വേറെ കിട്ടിയപ്പോ വർക്ക് ഫ്രം ഹോം ആയിട്ടൊരു കാനഡയിലത്തെ ഒരു കമ്പനി. അപ്പൊ പിന്നെ രാത്രിയിൽ വർക്കും പകല് അവന്റെ ഉറക്കും. ശരി. എന്തായാലും ബുക്ക് റിവ്യൂ ചെയ്തത് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അവർക്ക് പൊന്നാനിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനും ഇതാക്കാനും ഈ ബുക്ക് സഹായമാവുമെങ്കിൽ വലിയ കാര്യമാണ്. പിന്നെ ഒരു ദിവസം നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവരായിട്ട് കോളേജിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ഈ ബുക്ക് ചൂസ് ചെയ്തപ്പോ അവരുടെ അടുത്ത് ഞാൻ ആദ്യം പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിന്റെ ബുക്ക് ഞാനത് എടുത്തിട്ട്, അതാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പഠിച്ച് വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ഭയങ്കര നമ്മളിങ്ങനെ അഡിക്റ്റ് ആവുന്നല്ല, അങ്ങനത്തെ രീതിയിലാണ് ഇവരുടെ. നമ്മൾ എത്ര ഹൈ ലെവൽ തിങ്കിങ് ഉള്ള ബുക്ക് വായിച്ചാലും നമുക്ക് എപ്പോഴും ഇഷ്ടം നമുക്ക് ഈ ഒരു നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതാണ് കുട്ടികൾ ഇത്രയും സന്തോഷത്തിൽ അതിന്റെ റിവ്യൂ പറയുന്നത്. ഓക്കെ, എന്തായാലും ഞാനൊരു വഴിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വരൂ, കോളേജിലേക്ക് വരൂ കേട്ടോ. ശരി. എന്താണ് അസ്മ വിശേഷങ്ങള്? സുഖമായിട്ട് ഇരിക്കുന്ന? 12 വർഷം മുന്നേ സുഖം. 12 വർഷം മുന്നേ ക്ലാസ്സിലിരുന്ന പോലെയല്ല ഇരിക്കുന്നു. പേടിച്ചിട്ട് ഞാൻ സാറടുത്ത് പറഞ്ഞില്ലേ, സാറ് ഇതില് ഓണായിട്ടിരിക്കണെങ്കിൽ എന്തായാലും സ്വന്തം കൺമുന്നിൽ നടന്ന കുറെ അനുഭവങ്ങള് തന്റെ സുഹൃത്തിന്റെ കൈയിന്റെ വിരൽത്തുമ്പില് ഒരു പുസ്തകമായിട്ട് ഇറങ്ങുകയും അതിന്റെ റിവ്യൂ പറയാൻ ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്ത ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്തായാലും ഇതിലൊരു സുഹൃത്തിന്റെ അപ്പൊ എന്തായാലും നിങ്ങളെ പേരിലുള്ള സാമ്യതയും, അതായത് അസ്മ സലീം, ജെസ്സി സലീം. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ പിന്നീടുള്ള ജീവിതവും സൗഹൃദവും അങ്ങനെ നിലനിൽക്കട്ടെ. ഇനിയും പുസ്തകങ്ങൾ എഴുതാനും ഇതുപോലെ റിവ്യൂ പറയാനും ഇനി അതുപോലെ ഒരു സ്വന്തമായിട്ട് പുസ്തകം ഇറക്കാനൊക്കെ സാധിക്കട്ടെ. താങ്ക് യു. നമുക്കിങ്ങനെ തോന്നലുണ്ട്. ഇങ്ങനെ അന്ന് ഒരു അനുഭവം ഞാൻ വെയ്റ്റൂല് എഴുതിയപ്പോ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് ഈ നോമ്പിന്റെ ഒരു മുത്തായ കൊടുക്കൽ എന്നുള്ള രീതിയില്ല. അപ്പൊ അത് ശരിക്കും പൊന്നാനിക്കാർക്കൊക്കെ അറിയുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ കൊടുത്ത ആ പണിക്കാർക്ക് വന്നിട്ട് ഉണ്ടാക്കുന്നതും ഇപ്പൊ ഈ കുട്ടികൾ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതിലിങ്ങനെ നമ്മളോട് പറയായിരുന്നു, പണിക്കാർത്തികള് പണിയെടുക്കുന്നിടത്ത് പോയിട്ട് ഒന്നും മിണ്ടരുത്, അല്ലെങ്കിൽ അവരോടൊന്നും ചോദിക്കരുത് എന്നൊക്കെ. അപ്പൊ ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവരെ റെസിപ്പി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞും മറിഞ്ഞൊക്കെയാണ് ആ പലഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ചിന്താഗതി അന്നത്തെ ചിന്താഗതി കൂടിയിട്ടുള്ള വ്യത്യാസം. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് പുസ്തകം ഇനിയും എഴുതാൻ ഒരു അവസരങ്ങള് കാലം ഉണ്ടാക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു. വീണ്ടും ആരെങ്കിലും? ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നന്ദി പറയാം. താങ്ക്സ് പറയാൻ ആളില്ലേ? ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയണ്ടോ? ഇല്ലയെന്ന് തോന്നുന്നു.
അപ്പൊ താങ്ക് യു മാം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തി തന്നതിന്. ഭയങ്കര രസമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു മാം. ഭയങ്കര കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ആ പുസ്തകത്തിൽ ഓരോന്നും പങ്കുവെച്ച് ബുക്ക് വായിക്കാൻ തോന്നി. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വായിക്കാൻ തോന്നി. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു മാം, വന്നതിനും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്നതിനും ഇത്രയും നല്ലൊരു ബുക്ക് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് തന്നതിനും താങ്ക് യു. ഞാനും പറയട്ടെ, കാരണം നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ, എന്തായിരുന്നു നമ്മുടെ ലിറ്റററി ലെൻസ്, എന്തായിരുന്നു ഇതിന്റെ ഒരു നിങ്ങളുടെ ലിറ്റററി ഓക്കെ. എനിക്ക് ഇതില് ഒരു ചാപ്റ്ററിൽ ഈ ഒരു 75 ഞാനായത് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതിനി ഒരുപാട് എപ്പിസോഡുകളായിട്ട്, മീൻസ് ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇതില് ഉൾപ്പെടുത്താൻ പറ്റട്ടെ. നിങ്ങളുടെ ഈ ഒരു ഇത് സക്സസ് ആവട്ടെ. നമ്മുടെ അലുമിനി ഭാഗമായിട്ടുള്ള തന്നെയാണ്. പക്ഷെ പലപ്പോഴും പല തിരക്കുകൾ കാരണം നമുക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാറില്ല. ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഒരു ഇതിൽ വന്നിട്ടുണ്ട് നമ്മളുടെ ഗെറ്റ് ടുഗദർ വെച്ചപ്പം. അതുപോലെ ഇനിയും ഇന്ത്യയിലൊക്കെ ആവുകയാണെങ്കിൽ എല്ലാവരെയും കാണാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇതൊരു എന്താ പറയാ, മുന്നോട്ടുള്ള ഇത് നിങ്ങൾക്കും സക്സസ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. എന്തായാലും സന്തോഷം, ഭയങ്കര സന്തോഷമായി. ഇങ്ങനൊരു വേദി നമുക്ക് എഴുതാനും നമുക്ക് പറയാൻ അറിയുന്നുള്ളത് ഭയങ്കര, പ്രത്യേകിച്ച് ആൻസറൊക്കെ ഉണ്ടാവുന്ന ക്ഷേമത്തൊക്കെ ഉണ്ടെന്നപ്പോ തന്നെ ഇപ്പൊ അറിഞ്ഞ മുതൽ പിന്നെ ടെൻഷൻ ആവുകയാണ്. കാരണം നമുക്ക് ആ റെസ്പെക്ട് കൊണ്ടുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്നേക്കാൾ ജൂനിയേഴ്സ് ആണ്. ആണെങ്കിലും സൈനികസ് ഒക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ജൂനിയർ ആണ് തോന്നുന്നത്. പക്ഷെ ഏജ് കൊണ്ട് കേട്ടാ. പക്ഷെ എന്താ പറയാ, അവരാ ഒരു റെസ്പെക്ട് നമുക്ക് ഇപ്പോഴും ടീച്ചേഴ്സ് എന്നുള്ളൊരു ഇത് വരും എപ്പോഴും നമ്മളെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ. എന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞതിൽ. താങ്ക് യു മാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ. എന്തായാലും ഞങ്ങൾ ഇതിന്റെ യൂട്യൂബ് ലിങ്ക് അയച്ചുതരാം. ഇത് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും.